Okay. Good evening, all. How are you? എല്ലാരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുകയാണ്. എൻ്റെ പേര് ശാലിനി എന്നാണ്. തൃശ്ശൂരാണ് വീട്. ഞാൻ HR കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്തു വരികയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ബാച്ചില് ട്രെയിൻ ദ ട്രെയിനർ ബാച്ചില് 17th ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ് ഞാൻ ആക്ച്വലി. നമ്മളിപ്പോ 1.5 മാസമായി അതിൽ ജോയിൻ ചെയ്തിട്ട് ക്ലാസ്സുകളും ടാസ്കുകളും ഒക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രസീവ് ആയിട്ട് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ സന്തോഷമുണ്ട് പറയാനായിട്ട്. അതിൽ പ്രൗഡഡ് ആണ് എന്നുള്ളതാണ്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഞാൻ വിൻബിളിൽ എങ്ങനെയാ എത്തിയെന്ന് ചോദിച്ചാല് ഒരുപാട് കാലങ്ങളായിട്ടുള്ള നമ്മള് ഇന്നറിൽ കിടക്കുന്ന ഒരു ഡിസയർ ബേസ്ഡ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്നെ വിൻബിളിൽ എത്തിച്ചിട്ടുള്ളത്. എങ്ങനെയെങ്കിലും നമ്മുടെ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണാലിറ്റി കൊണ്ട് എങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരാം, അവർക്ക് എങ്ങനെയൊക്കെ അവരുടെ പെയിൻഫുൾ പോയിന്റ്സിനെ നമ്മളുടെ വാക്കുകൾ കൊണ്ട് ഒരു ഉന്നത വിജയത്തിൽ എത്തിക്കാം എന്ന ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനെന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ആക്ച്വലി അറിയുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് വഴികൾ തേടി ഒന്നും സെറ്റായില്ല. ഒരുപാട് കോഴ്സുകൾ അന്വേഷിച്ചു, അതൊന്നും തന്നെ നമുക്ക് നീഡഡ് എന്ന് വെച്ചാൽ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ആയിരുന്നില്ല. ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യം എന്നുള്ള രീതിയിലാണ് ശരിക്കും വിൻബിളിന്റെ ഒരു ആഡ് ഞാൻ കാണാനുള്ള വഴി ഉണ്ടായത്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ ഇങ്ങനെ ആഡ് കണ്ടിട്ട് ജസ്റ്റ് ഞാൻ അതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഒരു ഇതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഡ് കണ്ട് ഞാൻ അങ്ങനെ സാറായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് അങ്ങനെ ആ രീതിയിലാണ് ഞാൻ വിൻബിളിൽ എത്തിയിട്ടുള്ളത്. ഈ ഒരു സെഷനിൽ ശരിക്കും ഇൻട്രോ പറയാന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം. അതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ ട്രെയിനർക്ക് വേണ്ടി ഇൻട്രോ പറയാന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഇവിടെ ട്രെയിനിങ്ങിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അല്ല, നമുക്കൊരു 5 മണിക്കൂർ എടുത്താൽ തന്നെയും മതിയാവാതെ വരും. എങ്കിൽ പോലും അനന്ത സാധ്യതകളുള്ള ഈ ഒരു മേഖലയില് നമ്മളും ഇൻക്ലൂഡഡ് ആവുന്നു എന്നുള്ളതിലാണ് നമ്മൾ ശരിക്കും അഭിമാനിക്കേണ്ടത്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെ പ്രൊഫഷണൽ ട്രെയിനർ ആയിട്ട് വന്നിട്ടുള്ള സജ്ന മാമിന്റെ ഒരു ക്ലാസ് ആണ് ഇന്ന് നമുക്കുള്ളത്. മാം ഒരു ടീച്ചറാണ് ആൻഡ് ട്രെയിനർ ആണ്, പ്രൊഫഷണൽ ട്രെയിനർ ആണ്. ആളിന്ന് മാസ്റ്ററിങ് ടൈം മാനേജ്മെന്റ് ത്രൂ മൈൻഡ്ഫുൾനെസ് എന്നുള്ള ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് സെഷൻ എടുക്കാനായിട്ട് പോവുകയാണ്. വളരെ സ്നേഹത്തോടെ അതിലേറെ അഭിമാനത്തോടെ ഞാൻ മാമിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. വളരെ നന്നായിട്ട് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് മാമിന് നൽകാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. സജന മാം സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Good evening all. Thank you ഫൈസൽ sir and thank you ശാലിനി മാം. ശാലിനി മാം എന്നെ കുറിച്ച് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ പേര് സജ്ന, തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപിന്നിയിലാണ് സ്ഥലം വരുന്നത്. ഞാൻ ടീച്ചറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു സെഷൻ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവസരം തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മെന്റർ ഫൈസൽ സാറിന് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്താണ്. അതോടൊപ്പം ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സിന് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്താണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് മാസ്റ്ററിങ് ടൈം മാനേജ്മെന്റ് ത്രൂ മൈൻഡ്ഫുൾനെസ്. അതായത് മൈൻഡ്ഫുൾനെസ്സിലൂടെ എങ്ങനെ നമുക്ക് നല്ലൊരു ടൈം മാനേജ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് ടോപ്പിക്. ടൈം മാനേജ്മെന്റിന്റെ ഒത്തിരി ക്ലാസ്സുകളൊക്കെ നിങ്ങൾ മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് മൈൻഡ്ഫുൾനെസ്സിന്റെ പ്രാക്ടീസസുകളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് എങ്ങനെ നല്ലൊരു ടൈം മാനേജ്മെന്റ് കൊണ്ടുവരാം എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഈ ഒരു ടൈം മാനേജ്മെന്റിന്റെ ആ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് മൈൻഡ്ഫുൾനെസ് എന്താന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഈ ഒരു മൈൻഡ്ഫുൾനെസ്സിന് ആ ഒരു ടോപ്പിക്കിൽ ഞാൻ മുമ്പ് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 4 month ago ഒരു ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് മൈൻഡ്ഫുൾനെസ് എന്നും മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ ഉണ്ടെന്നും എങ്ങനെയൊക്കെ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിന്റെ പ്രാക്ടീസസുകൾ ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ അതിൽ
പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു എന്താണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ശ്രദ്ധാപൂർണത എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ നമ്മൾ മനസ്സാന്നിധ്യം എന്നൊക്കെ പറയും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതിന്റെ ആ ഒരു ഡെഫിനേഷനിലേക്ക് വരികയാണെങ്കിൽ പ്രസന്റ് മൊമെന്റിൽ ഈ നിമിഷത്തിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും പ്രസന്റ് മൊമെന്റിൽ ഈ നിമിഷത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും ഈ നിമിഷത്തിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിലും ബോധപൂർവം ശ്രദ്ധിക്കുന്ന ഒരു പ്രക്രിയക്കാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പൊ 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഈ നിമിഷത്തില് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ചിന്തകള്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഈഗോസ്, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ പൂർണ്ണമായി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക, ഒന്ന്. രണ്ടാമത് പറഞ്ഞത് നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സെൻസേഷൻസിലൂടെയാണ് നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്, അല്ലെ? നമ്മുടെ കണ്ണിലൂടെ നമ്മൾ കാണും, ചെവിയിലൂടെ കേൾക്കുന്നു, മൂക്കിലൂടെ സ്മെല് ചെയ്യുന്നു, ടേസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഒരു സെൻസേഷൻസിലൂടെയാണ് നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും അതേപോലെ നമ്മൾ ഒരു പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വർക്ക്, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിലും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു പ്രക്രിയക്കാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ഇത് നമ്മൾ പ്രാക്ടീസിലൂടെ നേടിയെടുക്കേണ്ട ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സ്കില്ലാണ്. ഈ ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസുകളൊക്കെ നമുക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളെ കുറിച്ച്, അനാവശ്യമായിട്ടുള്ള തോട്ടുകളൊക്കെ കുറച്ച് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ, ഈ നിമിഷത്തിൽ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസസുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകൾക്ക് ചെയ്യുമ്പോൾ. പലർക്കും പലതരത്തിലുള്ള ബെനിഫിറ്റുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളെ കുറയ്ക്കാന്നുള്ളതാണ് കാര്യം. അപ്പോ നമ്മുടെ ഒരുവിധം നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ? പക്ഷെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആസ്വദിച്ച് അനുഭവിച്ച് അറിഞ്ഞ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിന് ഉത്തരം ഉണ്ടാവില്ല. ഒരുവിധം നമ്മളുടെ പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ്. അതായത് നമ്മുടെ കാട് കയറി പോകുന്ന ചിന്തകളാണ് ഒരുവിധം പ്രോബ്ലംസിനുള്ള നമ്മുടെ കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിന്തകളെ കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ചിന്തകളെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം, നമ്മുടെ ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കണം. ഇതാണ് മൈൻഡ്ഫുൾനെസ്സിൽ വരുന്ന ഒരു മെയിൻ പ്രാക്ടീസ് എന്ന് പറയുന്നത്, നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുക. അങ്ങനെ നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആവശ്യമുള്ള ചിന്തകൾ ഏത്, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഏതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ ഒരു അനാവശ്യമായിട്ടുള്ള ചിന്തകളെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു കഴിവില്ലായ്മയാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് വരുന്നത്. ഒരു കണക്കനുസരിച്ച് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഒരു ദിവസം ഒരു മനുഷ്യന്റെ മനസ്സിൽ 60,000 ചിന്തകള് കടന്നു വരുന്നു എന്നാണ്. ഇതില് ഒരു 80 to 90% എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ചിന്തകളായിരിക്കും. അതായത് നമുക്ക് ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള ചിന്തകളും പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചിന്തകളായിരിക്കും കൂടുതൽ വരുന്നത്. എന്താണ് നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ കടന്നു വരുന്ന ചിന്തകൾ എന്ന് പറയുന്നത്? കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പാസ്റ്റിലെയും കഴിഞ്ഞ കാര്യത്തിലെയും അല്ലെങ്കിൽ ഫ്യൂച്ചറിലെയും ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിൽ കൂടുതൽ കടന്നു വരുന്നത്. അതായത് പാസ്റ്റിലും ഫ്യൂച്ചറിലുമാണ് നമ്മൾ കൂടുതൽ സമയം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ ഈ നിമിഷത്തിൽ ജീവിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. പാസ്റ്റും ഫ്യൂച്ചറൊന്നും തീരെ വേണ്ട എന്നല്ല പറയുന്നത്. പാസ്റ്റിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം. ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് പ്ലാൻസ് വേണം, വിഷ്വലൈസേഷൻസ് ഒക്കെ വേണം. പക്ഷെ നമ്മൾ ജീവിക്കേണ്ടത് പ്രസന്റിലായിരിക്കണം എന്ന് പറയും. അപ്പോൾ ഒരുവിധം പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ്. പ്രോബ്ലംസ് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ? ഫിനാൻഷ്യൽ ആയിട്ടായാലും ആരോഗ്യപരമായിട്ടായാലും ഫാമിലിയിലായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ, ഉറ്റവരുടെ മരണം, അങ്ങനെയൊക്കെ നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ നമ്മൾ എപ്പോഴും കടന്നു പോകുന്നത്. അപ്പൊ ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടാവുന്ന പ്രസന്റിൽ നമ്മൾക്ക് പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ അതിനെ തരണം ചെയ്ത്
ഈ പ്രോബ്ലംസിനെ ഒഴിവാക്കാതെ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലംസിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യാണോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാണോ എന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സമാധാനം എന്ന് പറയുന്നത്. ഈ പ്രോബ്ലംസിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ മുമ്പ് പഠിത്തൊരു സ്റ്റോറി വായിച്ചിരുന്നു. ആ ഒരു സ്റ്റോറി പറയാം. എനിക്ക് ആ സ്റ്റോറി വായിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ആ സ്റ്റോറി. അതിലെന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു ധനികനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു സമ്പന്നനായിട്ടുള്ള മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് ചിന്തകളുമായിട്ട് ഒരുപാട് ടെൻഷൻസുമായിട്ടാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ആളെപ്പോലത്തെ ആളുടെ നാട്ടിലുള്ള സമ്പന്നനായിട്ടുള്ള ആൾക്കാരും അല്ലാത്തവരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്ക് മാത്രം എന്ത് ഇത്ര അധികം പ്രശ്നങ്ങള്, ബാക്കിയുള്ളവരൊക്കെ എന്തൊരു സന്തോഷമായിട്ടാണ് നടക്കണത്, എന്റെ ഈ ഒരു പ്രശ്നങ്ങളെ ആരെങ്കിലും ആയിട്ടൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടൊന്ന് പറ്റിയിരുന്നെങ്കിലോ എന്ന് ദൈവത്തിനോട് ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇദ്ദേഹം പ്രാർത്ഥിച്ച് ഒരു ദിവസം സ്വപ്നത്തില് ദൈവം പ്രത്യക്ഷപ്പെടണം. അങ്ങനെ ദൈവം പറയും, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ എല്ലാ പ്രോബ്ലംസും ഒരു ബാഗിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ദേവാലയത്തിലേക്ക് വരാൻ പറയും. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യും, ഇദ്ദേഹത്തിന് സന്തോഷമാവും അത് കേട്ടപ്പോ. എല്ലാ പ്രോബ്ലംസും ഒരു ബാഗിലാക്കിയിട്ട് ദേവാലയത്തിലേക്ക് ഓടിപ്പോവാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തെ കാഴ്ച കാണുമ്പോൾ ഇദ്ദേഹം ഞെട്ടും. അവിടെ ഇയാള് വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്ന വിചാരിച്ചിരുന്ന ആൾക്കാരും ഇയാളെക്കാളും വലിയൊരു ബാഗും തൂക്കിപ്പിടിച്ച് അവിടെ നിൽക്കണം. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഉള്ളിൽ കയറിയിട്ടൊക്കെ നോക്കിയിട്ട് പോവാന്ന് വിചാരിക്കും. അങ്ങനെ ഉള്ളിലേക്ക് കയറും, എല്ലാവരോടും ഉള്ളിലേക്ക് കയറും. അപ്പൊ ദൈവം പറയും, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ബാഗുകൾ താഴെ വെക്കാൻ പറയും. അങ്ങനെ എല്ലാവരും അവരുടെ ബാഗുകൾ താഴെ വെക്കും. എന്നിട്ട് ദൈവം പറയും, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബാഗ് ഇതിന് എടുത്തോളാൻ പറയും. അങ്ങനെ അവിടെ നിന്ന് വളരെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ച നടന്നത്, എല്ലാവരും അവരവരുടെ സ്വന്തം ബാഗ് എടുത്തിട്ട് അവിടെ നിന്ന് സ്ഥലം വിടണം. അപ്പൊ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സ്വന്തം ബാഗ് എടുത്തിട്ട് അവിടെ സ്ഥലം വിടണം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രോബ്ലംസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമ്മൾ ആ പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യുന്നു, അതിനോട് എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ സമാധാനവും സന്തോഷവും എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത്, കൂടുതൽ നമ്മളുടെ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മളുടെ പാസ്റ്റിലുള്ള കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളിലും ഫ്യൂച്ചറിലുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. നമ്മൾ എത്ര നമ്മൾ പാസ്റ്റിലും ഫ്യൂച്ചറിലും ജീവിക്കുന്നു, അത്രയും സമയം നമ്മളുടെ ഈ നിമിഷത്തിലുള്ള സമയം നമ്മൾ നഷ്ടപ്പെടണം. ഈ ഒരു നിമിഷത്തിലുള്ള സമയം നമ്മൾ അനുഭവിക്കാനായിട്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ജലാലുദ്ദീൻ റൂമിയുടെ ഒരു വചനുണ്ട്. അതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഭൂതകാലവും ഭാവി കാലവും നമ്മുടെ ദൈവത്തെ നമ്മുടെ കാഴ്ചയിൽ നിന്ന് തടയുന്നു എന്നാണ്. അതായത് ഭൂതകാലവും ഭാവി കാലവും ദൈവത്തെ നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറയ്ക്കപ്പെടുന്നു, അതുകൊണ്ട് അതിനെ അഗ്നി ഉപയോഗിച്ച് എരിച്ചു കളയുക എന്നാണ് ജലാലുദ്ദീൻ റൂമിയുടെ വചനം എന്ന് പറയുന്നത്. അതായത് അതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള പാസ്റ്റിലത്തെയും അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വേവലാതികളിലും പെട്ടിട്ട് നമ്മുടെ ഈ ഒരു നിമിഷത്തെ നമ്മൾ ദൈവത്തെ കാണുന്നതിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെടുത്താണെന്നാണ് പറയുന്നത്. എനിക്ക് സ്പീഡ് കൂടണുണ്ടോ സാർ? ഹലോ, ഓക്കെയാണോ? എനിക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ്, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോ നമ്മളുടെ മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത് കോടാനുകോടി കോശങ്ങൾ കൊണ്ടാണ്. അല്ലേ? നമ്മുടെ ശരീരത്തിൽ ഈ ഒരു പുതിയ കോശങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട, പുതിയ സെല്ലുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട സെൽ ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ. ഈ ഒരു സെൽ ഡിവിഷൻ അൺകൺട്രോൾഡ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ, അതായത് അനിയന്ത്രിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ, കോശ വിഭജനം നടന്നു കഴിഞ്ഞാല് നമുക്ക് പല അസുഖങ്ങളും വരും. ക്യാൻസർ അടക്കം നമുക്ക് വരുമല്ലോ. അതുകൊണ്ട് അതേപോലെയാണ് നമ്മുടെ ചിന്തകൾ, നമ്മുടെ അനാവശ്യമായിട്ടുള്ളതും ആ ചിന്തകൾ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ്, നമ്മൾക്ക് പല മാനസികമായിട്ടും ശാരീരികമായിട്ടും പല ബുദ്ധിമുട്ടുകള് നമുക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്, ബോധപൂർവം നിരീക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളില് ഒരു ചിന്തകനുണ്ട്. ആ ഒരു ചിന്തകന് വേറൊരു ആളാണെന്ന് വിചാരിക്കുക. നമ്മൾ വിചാരിക്കുക നമ്മുടെ ചിന്തകളൊക്കെ നിന്ന് പോയാൽ പിന്നെ നമ്മളൊന്നൊരു വ്യക്തി ഇല്ല എന്നാണ് നമുക്ക് തോന്നുക. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്തകൻ എന്ന് പറയുന്ന ആള് ഇങ്ങനെ ബോധമില്ലാണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു ചിന്തകനെ നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളൊരു ഉയർന്ന ബോധതലത്തിൽ എത്തുകയാണ്. ഇങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചിന്തകൾ കുറയും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സുമായിട്ട്
ആ ഒരു ചിന്തകനുമായിട്ട് നമ്മളൊരു താതാത്മ്യത്തിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ മനസ്സിന് ഭയങ്കര എനർജി ആയിരിക്കും. ചിന്തിക്കാനൊക്കെ ആയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാനായിട്ട് ഭയങ്കര എനർജി ആയിരിക്കും. പക്ഷെ നമ്മൾ അതിനെ ഒരു നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ആ ഒരു മനസ്സിന്റെ ആ ഒരു ചിന്തിക്കാനുള്ള ആ ഒരു എനർജി കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ട് കാണും. അങ്ങനെ നമുക്ക് എന്താണ് നമ്മുടെ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ട് അപ്പൊ നമുക്ക് തോന്നും ഇതെങ്ങനെയാ നമുക്കത് ഓർമ്മയുണ്ടാവുക ചിന്തകൾ. നമ്മൾ ട്രൈ ചെയ്യാം ബോധപൂർവം നമ്മുടെ ആ ഒരു നമ്മുടെ ചിന്തകള് നമ്മുടെ ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് നിരീക്ഷിച്ചു തുടങ്ങാം. നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോ ആളുടെ എനർജി കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണും. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിലാക്കാൻ പറ്റും. അതായത് നമ്മളുടെ മനസ്സിനെ ശരിയായി ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിനെ ഉപയോഗിക്കുന്നേ ഇല്ല. നമ്മളുടെ മനസ്സാണ് നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരു പണിയായുധമായിട്ട് വിചാരിക്കണം. അത് ആവശ്യമുള്ളപ്പോൾ എടുക്കണം, ആവശ്യം കഴിയുമ്പോൾ അത് എടുത്തു വെക്കണം. അപ്പൊ ഈ മൈൻഡ്ഫുൾനെസ്സിൽ വരുന്ന ഒരു പ്രാക്ടീസ് ഈ ചിന്തകളെ നിരീക്ഷിച്ചിട്ട് നമ്മുടെ ചിന്തകളെ നമ്മൾ കുറയ്ക്കാന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത ചിന്തകളെ ബ്രേക്ക് ചെയ്ത് കളയുക, അല്ലെങ്കിൽ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചിന്തകളെ കുറയ്ക്കാനായിട്ട് മൈൻഡ്ഫുൾനെസ്സിൽ വരുന്ന വേറൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആസ്വദിച്ച് അനുഭവിച്ച് അറിഞ്ഞ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചിന്തകളെ ഒന്നും ശ്രദ്ധിക്കാണ്ട് ചിന്തകൾ വരാണ്ട് ഈ ഒരു കാര്യത്തിൽ നമ്മൾ അറിഞ്ഞ് ആസ്വദിച്ച് അനുഭവിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ചിന്തകൾ കുറയും. നമ്മൾ അങ്ങനെയാണല്ലോ, ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകൾ കുറയുള്ളൂ. ഇപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്നു, അത് നമ്മൾക്ക് അറിഞ്ഞ് ചെയ്യാം. ബ്രഷ് ചെയ്യുന്നത്, നമ്മുടെ പ്രെയർ കാര്യങ്ങൾ, വീട്ടിൽ ക്ലീനിങ് ചെയ്യുന്നത്, ഡ്രൈവ് ചെയ്യുന്നത്, എക്സസൈസ് ചെയ്യുന്നത് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആസ്വദിച്ച് അനുഭവിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് മൈൻഡ്ഫുൾ ആയിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റൂല. മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാത്ത നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു കാര്യങ്ങളിലൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങളിലൊക്കെ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാനായിട്ട് നോക്കുക. അങ്ങനെ പിന്നെ നമുക്ക് ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഈ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടാകും. ശരിക്കും അങ്ങനെയല്ല. നമ്മുടെ പ്രസന്റിൽ നമുക്ക് അത്ര താല്പര്യം ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ അതായാലും നമ്മൾ ആസ്വദിച്ച് അനുഭവിച്ച് അറിഞ്ഞ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ശാന്തി സമാധാനം എന്നൊക്കെ പറയുന്നത് വലുതാണ്. അത് നമുക്ക് പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും കുറിച്ച് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ മൈൻഡ്ഫുൾനെസ്സിൽ ഒത്തിരി പ്രാക്ടീസസുകൾ വരുന്നുണ്ട്. പ്രാക്ടീസസിൽ നമുക്ക് ബ്രീത്ത് വർക്കിന്റെ കുറച്ച് പ്രാക്ടീസുകൾ വരുന്നുണ്ട്. ഒന്നാമത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഞാൻ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മറ്റേ മുമ്പ് ചെയ്ത ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ പ്രാക്ടീസുകൾ എങ്ങനെയാ ചെയ്യാന്നുള്ളതൊക്കെ ചെറുതായിട്ട് ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ പ്രാക്ടീസുകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മളുടെ തോട്ടുകളെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങാന്നുള്ളത് ഒരു പ്രാക്ടീസ് ആണ്. പിന്നെ ഡീപ്പ് വർക്കുകൾ ഉണ്ട്. അതായത് നമ്മുടെ ഡീപ്പ് ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രാക്ടീസ് വരുന്നുണ്ട്. കോൺസെൻട്രേറ്റ് ഓൺ ബ്രീത്തിങ്. നമ്മുടെ നാച്ചുറൽ ആയിട്ട് നമ്മൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ട്. അതുപോലെ മൈൻഡ്ഫുൾ ജേർണലിങ്, മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ സപ്രഷൻ, ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, മൈൻഡ്ഫുൾ ബോഡി സ്കാൻ, അങ്ങനെ ഒത്തിരി പ്രാക്ടീസസുകൾ നമ്മുടെ മൈൻഡ്ഫുൾനെസിന്റെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്രാക്ടീസസുകൾ ഉണ്ടെന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രാക്ടീസസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ ഈ പ്രാക്ടീസസുകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ആവും. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളൊരു 2 ആഴ്ച ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ആ ഒരു മാറ്റം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ്. നമ്മുടെ കോൺസെൻട്രേഷനും കൂടി നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റും. കൾട്ടിവേറ്റ് സെൽഫ് അവയർനെസ്, നമ്മളെ കുറിച്ചുള്ള നമ്മുടെ ബോധം കൂട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ ബെറ്റർ സ്ലീപ്പ്, നല്ല ഉറക്കക്കുറവൊക്കെ ഉള്ളവർക്ക് ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ നല്ല ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്ലീപ്പ് നമുക്ക് ഉണ്ടാകും. അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ലോവർ ദി ബ്ലഡ് പ്രഷറിനെ ലോവർ ചെയ്യും, ഹാർട്ട് ഡിസീസുകൾ കുറയ്ക്കും, നമ്മുടെ ബ്രീത്തിങ് സിസ്റ്റം ശ്വസന വ്യവസ്ഥനെ ക്ലിയർ ആക്കും, അങ്ങനെ മൈഗ്രെയിൻ, അങ്ങനെ പലർക്കും പല രീതിയിൽ ഒരുപാട് ബെനിഫിറ്റുകൾ നമ്മൾ ഈ മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസുകൾ നമ്മളത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ 2 ആഴ്ച ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് നമ്മൾക്ക്
അനുഭവിക്കാൻ തുടങ്ങുന്നുള്ളതാണ്. ഒത്തിരി ഗുണങ്ങൾ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസുകൾ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കത് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്കത് ഓവറോൾ നമ്മളുടെ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നുള്ളത് ഈ പ്രാക്ടീസസുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പറ്റും. ഇതാണ് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പൊ ഒരു ഏകദേശം ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഒരു മൈൻഡ്ഫുൾനെസ് എന്താന്നുള്ളതും അതിന്റെ പ്രാക്ടീസുകളിലൊക്കെ എന്തൊക്കെയാ വരുന്നതെന്നുള്ളതും. അപ്പോൾ നമ്മളുടെ ഒരു ടോപ്പിക്കിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസുകൾ ചെയ്യുമ്പോഴുള്ള ഒരു വേറൊരു ബെനിഫിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇതാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ പ്രാക്ടീസസുകൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ടൈമിനെ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട്, നമ്മുടെ സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഇത് വരും എന്നുള്ളതാണ്. ടൈം മാനേജ്മെന്റ് സ്കില്ല് ഇംപ്രൂവ് ആവുന്നുള്ളതാണ്. ഈ ടൈമിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ, നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ, ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെ നമുക്ക് നല്ലൊരു ടൈം മാനേജ്മെന്റ് വേണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത്ര സമയം പോരാ, കുറച്ചും കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു, കുറച്ചും കൂടെ നന്നാക്കായിരുന്നു എന്നൊക്കെ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലേ? എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെയാണ് അത് ആ ഒരു കാര്യം പറയുമ്പോൾ ഓർമ്മ വരുന്നത്. പരീക്ഷയുടെ തലേദിവസമൊക്കെ ചിലപ്പോൾ തോന്നും, ഓ ഈ ദിവസം കൂടെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിട്ട് പഠിക്കായിരുന്നു, കുറച്ചും കൂടെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് കിട്ടിയായിരുന്നു എന്നൊക്കെ തോന്നി. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, നാളെ നല്ല മഴയൊക്കെ വന്ന് വല്ല ലീവായിരുന്നെങ്കിൽ. പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹർത്താലാണ്. അപ്പൊ ഞാൻ എപ്പോഴും അതൊന്നും ഹർത്താലായിരുന്നെങ്കിൽ നാളെ അപ്പൊ എന്താണ് കുറച്ചും കൂടെ സമയം പഠിക്കാൻ വേണ്ടി കുറച്ചും കൂടെ നല്ല മാർക്ക് മേടിക്കും, അങ്ങനെയൊക്കെ തോന്നാറുണ്ടല്ലോ. നമ്മുടെ സമയം തികയാത്ത ഭൂമിയിൽ എല്ലാവർക്കും 24 hours ആണ് ഉള്ളത്. പക്ഷെ ചില ആളുകൾ വലിയ വലിയ നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നു. അതിന് അവരെ സഹായിക്കുന്ന വൺ ഓഫ് ദി മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അവരുടെ ടൈം മാനേജ്മെന്റ് ആയിരിക്കും. നമ്മളൊക്കെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണല്ലേ, വ്യത്യസ്ത ജോലികളൊക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു സമയത്തെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മള് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ 5 മണിക്ക് എഴുന്നേക്കണം എന്ന് വിചാരിച്ചിട്ട് അലാം വെച്ചു. അങ്ങനെ അലാറം അടിച്ചപ്പോ നമ്മൾ വിചാരിക്കുകയാണ് ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് എണീക്കാം, 10 മിനിറ്റ് കൂടെ ഉറങ്ങാം. അപ്പൊ ഉറങ്ങണ ആ ഒരു ഉറക്കത്തിന് നല്ല സുഖം എന്നുള്ളതാണ്. അപ്പൊ ഉറങ്ങിയിട്ട് എണീക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അലാറം ഓഫ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ടൈം മാനേജ്മെന്റ് കുറച്ച് മോശമാണെന്ന് പറയാം. നമ്മൾ അത്ര മൈൻഡ്ഫുൾ അല്ലാത്തതുകൊണ്ടാണ് അവിടെ ആ ഒരു ഇത് സംഭവിച്ചത്. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു എക്സാം ഉണ്ടെന്ന്, ആ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന നാളെ എല്ലാ പണികളൊക്കെ വേഗം തീർത്ത് 8 മണിയാവുമ്പോ പഠിക്കാനിരിക്കണം എന്ന് വിചാരിക്കും. അങ്ങനെ നമ്മുടെ പണികളൊക്കെ തീർത്തു. അത് കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആവാറായപ്പോ നമ്മൾ ജസ്റ്റ് മൊബൈലൊക്കെ എടുത്തൊന്ന് സ്ക്രോൾ ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പെട്ടുപോയി. അങ്ങനെ നമ്മൾ പിന്നെ സമയം നോക്കുമ്പോൾ 9 മണിയാവും. അപ്പോഴും നമുക്ക് എന്ത് പറയാം, നമ്മുടെ ടൈം മാനേജ്മെന്റ് മോശമാണ്. കാരണം നമ്മൾ അത്ര മൈൻഡ്ഫുൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഇതാണ് ആ ഒരു ടൈം മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ്സും ടൈം മാനേജ്മെന്റും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണെന്ന് നോക്കാം. നമുക്ക് ഈ മൈൻഡ്ഫുൾനെസ് ടൈം മാനേജ്മെന്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഡിഫറെന്റ് കോൺസെപ്റ്റ് ആയിട്ടാണ് തോന്നുമെങ്കിലും ദേ ആർ ക്ലോസ്ലി ഇന്റർകണക്റ്റഡ്. അതിന് നല്ലൊരു കണക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തകൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു ചിന്തകൻ പാസ്റ്റിലെയും ഫ്യൂച്ചറിലെയും കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ എന്താ പറയാ ബോധമില്ലാണ്ട് അങ്ങനെ ആവശ്യമില്ലാണ്ട് ചിന്തിച്ചിരിക്കുന്ന ഒരു ചിന്തകനാണ്. അപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ ഈ ലോകത്ത് ആനിമൽസും പ്ലാന്റ്സും മാത്രമേ ഉള്ളൂ, സസ്യങ്ങളും ആനിമൽസും മാത്രം ഉള്ളൂ എന്ന് വിചാരിക്കുക. അവർക്ക് എന്താണ് ഭൂതകാലവും ഇല്ല ഭാവികാലവും ഇല്ല. അവരോട് നമ്മൾ ചോദിക്കണം ഇപ്പൊ ടൈം എത്രയായി അല്ലെങ്കിൽ ഇന്ന് എന്താ ഡേറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരങ്ങനെ അന്തം വിട്ടു പോകും. അവർക്ക് ചിലപ്പോൾ പറയാനുണ്ടാവുന്ന ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചോദിക്കും സമയം ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കും സമയം, എന്ത് സമയം, ഈ നിമിഷം ഇതാണല്ലോ സമയം എന്നായിരിക്കും അവര് പറയുന്ന ഒരു മറുപടി ചിലപ്പോൾ. അപ്പോൾ നമ്മളുടെ ഈ മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു കണക്ഷൻ എന്താന്ന് പറയുന്നത്, മൈൻഡ്ഫുൾനെസ്സിന്റെ പ്രാക്ടീസസുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഫോക്കസ് കൂടും, നമ്മുടെ ആവശ്യമില്ലാത്ത തോട്ടുകളൊക്കെ കുറയും. അപ്പൊ തന്നെ നമുക്ക് കുറെ സമയം കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് ബെറ്റർ ടൈം മാനേജ്മെന്റിന് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ നമ്മൾ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ബോധം ഉണ്ടാവും.
how we use our time. നമ്മുടെ ടൈം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കും. അതുപോലെ നമ്മുടെ ടൈം വേസ്റ്റിംഗ് ആയിട്ടുള്ള ഹാബിറ്റുകളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ചും കൂടെ അവെയർ ആണല്ലോ, മൈൻഡ്ഫുൾ ആണല്ലോ. ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മൈൻഡ്ഫുൾ ആകുമ്പോഴത്തെ കാര്യം പറയുന്നത് നമുക്ക് എന്താണ് നമ്മുടെ ടൈം വേസ്റ്റിംഗ് ഹാബിറ്റുകളെ കുറിച്ച് നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഓരോ മിനിറ്റുകളും മണിക്കൂറുകളൊക്കെ നമ്മൾ എവിടെയാണ് ചെലവാക്കുന്നതിനെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആയിരിക്കും. ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ടൈം എങ്ങനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കും. നമ്മുടെ ടൈമിന് നമ്മുടെ വേസ്റ്റ് ചെയ്യുന്ന ഹാബിറ്റുകളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും പിന്നെ നമ്മുടെ പ്രീഷ്യസ് ആയിട്ടുള്ള മിനിറ്റ്സും മണിക്കൂറുകളൊക്കെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ടൈം മാനേജ്മെന്റും മൈൻഡ്ഫുൾനെസ്സും തമ്മിലുള്ള ഒരു റിലേഷൻ. നമ്മൾ ഒത്തിരി സ്ട്രാറ്റജീസ് ഒക്കെ ടൈം മാനേജ്മെന്റിന്റെ ക്ലാസ്സുകളിലൊക്കെ കേൾക്കാറുണ്ടല്ലേ. ടു ഡു ലിസ്റ്റ് തയ്യാറാക്കല്, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ടു ഡു ലിസ്റ്റ് എഴുതല്, പ്ലാൻ ചെയ്യല്, ഷെഡ്യൂൾ ചെയ്യല്, ടൈം അലോക്കേറ്റ് ചെയ്യുന്നു, പ്രയോറിറ്റൈസ് ചെയ്യുന്നു. അതായത് ഇമ്പോർട്ടൻറ്റ് കാര്യം ഏതാണ്, അർജന്റ് ഏതാണ്, നോട്ട് അർജന്റ് ആയിട്ടുള്ള കാര്യം അതനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ഒത്തിരി സ്ട്രാറ്റജീസ്. ഡെഡ് ലൈൻ സെറ്റ് ചെയ്യല്, അതായത് നമ്മൾ ഇന്ന കാര്യം ഇന്ന സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കും, ആ ഒരു ഡെഡ് ലൈൻ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ ടൈം മാനേജ്മെന്റിന്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ട്. നമുക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം, അതൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ മൈൻഡ്ഫുൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പോലുള്ള കാര്യങ്ങളൊന്നും അവിടെ വർക്ക് ആവില്ല എന്നുള്ളതാണ്. നമ്മൾ മൈൻഡ്ഫുൾ ആണെങ്കിൽ വിനോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി ടാസ്ക്, ആ ഒരു ടാസ്കിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ അത് ചെയ്യും. നമ്മുടെ ടൈമിനെ വളരെ നല്ല രീതിയിൽ നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ടും പറ്റുന്നുള്ളത്. അപ്പൊ മൈൻഡ്ഫുൾനെസ്സും ടൈം മാനേജ്മെന്റും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് ഉള്ളതെന്ന് പറയാം. ഇനി നമ്മൾ നോർമൽ ആയിട്ടുള്ള ടൈം മാനേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഈ നോർമൽ ആയിട്ടുള്ള ടൈം മാനേജ്മെന്റും നമ്മൾ ക്ലാസ്സുകളിലൊക്കെ കേൾക്കാനുള്ള മൈൻഡ്ഫുൾ ടൈം മാനേജ്മെന്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, 2-3 ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഈ നോർമൽ ടൈം മാനേജ്മെന്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടാസ്കുകൾക്കും ഉത്തരവാദിത്തങ്ങൾക്കൊക്കെ നമ്മളൊരു ടൈം അലോക്കേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു രീതിയാണ് നോർമൽ ടൈം മാനേജ്മെന്റിൽ ഉള്ളത്. അപ്പൊ അതില് പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് എഫിഷ്യൻസി ആൻഡ് സ്പീഡിനായിരിക്കും. അതുപോലെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുന്നതിനും ഡെഡ് ലൈൻ മീറ്റ് ചെയ്തോ നോക്കണേനും ഒരുപാട് ടൂൾസുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ടു ഡു ലിസ്റ്റ്, കലണ്ടർ, അങ്ങനെയൊക്കെ ടൂൾസുകളൊക്കെ യൂസ് ചെയ്തിട്ട് പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ഇതിനൊക്കെ ആയിരിക്കും. ഈ വക കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണേനും സംഭവങ്ങൾക്കൊക്കെ ആയിരിക്കും. മൈൻഡ്ഫുൾ ടൈം മാനേജ്മെന്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ മൈൻഡ്ഫുൾ പ്രാക്ടീസസുകൾ ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ടൈം മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജീസിന്റെ കൂടെ നമ്മൾ മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസുകളൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് ആയിരിക്കും നമ്മൾക്ക് മൈൻഡ്ഫുൾ ടൈം മാനേജ്മെന്റിൽ ഉണ്ടാവുക. അപ്പൊ അതില് പ്രൊഡക്ടിവിറ്റിക്ക് മാത്രമല്ല നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്, നമ്മളുടെ ക്വാളിറ്റി ഓഫ് അവർ അറ്റൻഷൻ, നമ്മളുടെ അറ്റൻഷന്റെ ക്വാളിറ്റി, അതുപോലെ പ്രസൻസ് ഡ്യൂറിങ് ദ ടാസ്ക്, ആ ടാസ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ആ ഒരു ടാസ്കിൽ പ്രസന്റ് ആണ്, ആ ഒരു വെൽ ബീയിങ് നമ്മൾ. അതുപോലെ തന്നെ ഈ ഒരു മൈൻഡ്ഫുൾ ടൈം മാനേജ്മെന്റ് എൻകറേജ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി പ്രസന്റ് ഇൻ ദ ടാസ്ക്. ഞാൻ പറഞ്ഞു മൈൻഡ്ഫുൾ പ്രാക്ടീസസുകൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ടാസ്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും, വിത്തൗട്ട് സ്ട്രെസ് കുറച്ചുകൊണ്ടുള്ള ഒരു ടാസ്ക് ചെയ്യുന്ന ആ ഒരു രീതി ടൈം മാനേജ്മെന്റ് ആയിരിക്കും നമുക്ക് മൈൻഡ്ഫുൾ പ്രാക്ടീസ്, മൈൻഡ്ഫുൾനെസ്സോട് കൂടിയുള്ള ടൈം മാനേജ്മെന്റിൽ ഉണ്ടാവുക. ഇതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് നോർമൽ ടൈം മാനേജ്മെന്റിൽ എന്ന് വെച്ചാൽ നമ്മൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ കഴിയുന്ന അത്ര കാര്യങ്ങൾ തീർക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് ഇപ്പൊ നമ്മൾ ഒരു പ്രൊജക്ട് നമുക്ക് ചെയ്യണം, നമ്മൾ ആ ഒരു 1 വീക്കിൽ ഒരു പ്രൊജക്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ ആ ഒരു പ്രൊജക്റ്റിനെ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യും, ഒരുപാട് ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ടൈം അലോക്കേറ്റ് ചെയ്യണം. ഫസ്റ്റ് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ദിവസം, സെക്കൻഡ് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ദിവസം, അങ്ങനെയൊക്കെ നമ്മളൊക്കെ ടൈം ഒക്കെ അലോക്കേറ്റ് ചെയ്ത് ഒരാഴ്ച കൊണ്ട് ആ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തോ എന്നുള്ളതായിരിക്കും കൂടുതൽ. നമ്മൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതിലായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴായാലും നമ്മൾ പഠിക്കേണ്ട ലെസൺസ് ഒക്കെ ഇന്ന ദിവസം ഇത്ര ലെസൺസ് പഠിക്കാന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ ആ ഒരു പഠിച്ച് തീർക്കുന്നതിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മൈൻഡ്ഫുൾ ആയിട്ടുള്ള ടൈം മാനേജ്മെന്റിലാണെങ്കിൽ ഇത്ര സമയത്തിന്
മിനിറ്റിനുള്ളിൽ ഇത്ര ഇത് തീർക്കാന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഫുള്ളി പ്രസന്റ് ആയിരിക്കും. ആ ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് ഫുള്ളി പ്രസന്റ് ആയിരിക്കും. നമ്മുടെ വെൽബീയിങ്ങിന് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയി കൊടുത്തിട്ടുള്ള ഒരു ഇതാണ് മൈൻഡ്ഫുൾ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നേരം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ എനർജി ഒക്കെ ലോസ്റ്റ് ആയിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു മടുപ്പൊക്കെ തോന്നാം. ഒരു കാര്യം നമ്മളൊരു ജോലി നമ്മൾ വർക്ക് ചെയ്തോണ്ടേ ഇരിക്കുമ്പോൾ. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മൈൻഡ്ഫുൾ ബ്രേക്ക് എടുക്കാം. മൈൻഡ്ഫുൾ ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റീചാർജ് ചെയ്യാം. മൈൻഡ്ഫുൾ പ്രാക്ടീസസുകളൊക്കെ ചെയ്യാം. മൈൻഡ്ഫുൾ നമ്മുടെ ബ്രീത്തിങ് എക്സസൈസ്, ഡീപ്പ് ബ്രീത്തിങ് എന്നുള്ളത്, ഈ ഡീപ്പ് ബ്രീത്തിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സുകൾ കുറച്ചിട്ട് നമ്മുടെ കോർട്ടിസോൾ, സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോളിന്റെ ലെവൽ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രാക്ടീസ്. അതിന്റെ ആ ഒരു സയൻസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അതാണ്. അപ്പൊ നമുക്കൊരു മൈൻഡ്ഫുൾ ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൈൻഡ്ഫുൾ പ്രാക്ടീസസുകൾ ഇൻകോപ്പറേറ്റ് ചെയ്യാം. അതിന്റെ കൂടെ ഇത് ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്താ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ആ ഒരു കാര്യം ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ടയേർഡ് ആകുമ്പോൾ നമ്മൾ അത് കുറെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ആ ഒരു ടാസ്ക് തന്നെ നമ്മൾ ശരിക്കും ചെയ്യലുണ്ടാവില്ല. അപ്പൊ അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നോർമൽ ടൈം മാനേജ്മെന്റിലാണെങ്കിൽ ഇത്ര സമയത്തിനുള്ള ഡെഡ് ലൈനിനുള്ളിൽ ആ ഒരു കാര്യം തീർക്കാനുള്ളതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇവിടെ മൈൻഡ്ഫുൾ ടൈം മാനേജ്മെന്റിലാണെങ്കിൽ നമ്മുടെ വെൽബീയിങ്ങും മൈൻഡ്ഫുൾ പ്രാക്ടീസസുകൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് ആണുള്ളത്. ഇതാണ് ഒരു ഡിഫറൻസ് പറയുന്നത്. ഇനി വേറൊരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ടൈം മാനേജ്മെന്റിൽ കൂടുതൽ മൾട്ടി ടാസ്കിങ്ങിനെ എൻകറേജ് ചെയ്തിട്ടുള്ളതായിരിക്കും പറയാല്ലേ. അതായത് നമ്മുടെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് മൾട്ടി ടാസ്കിങ് ചെയ്യാനുള്ളത് നല്ലതാണെന്നുള്ള രീതിയിലാണ്. സംഭവം മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ റിസൾട്ടിനെ അത് ബാധിക്കും. പിന്നെ നമുക്ക് സ്ട്രെസ് കൂടാനും നമ്മൾ ശരിക്കും പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിന് ഒരു ടാസ്കിന്ന് ഒരു കാര്യത്തിന് വേറൊരു കാര്യത്തിലേക്ക് ഇങ്ങനെ സ്വിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു സ്ട്രെസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഒരു മൾട്ടി ടാസ്കിങ്ങിന്റെ അത്ര നോർമൽ ടൈം മാനേജ്മെന്റിൽ എഫിഷ്യൻസി കൂട്ടാനൊക്കെ നമുക്കത് ചെയ്യാന്ന് പറയാം. പക്ഷെ അത് എന്താണ് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ട കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ആ ഒരു റിസൾട്ടിന്റെ ക്വാളിറ്റിനെ അത് ബാധിക്കും. ഇനി മൈൻഡ്ഫുൾ ടൈം മാനേജ്മെന്റിലാണെങ്കിൽ സിംഗിൾ ടാസ്കിങ്ങിനെയാണ് എൻകറേജ് ചെയ്യുന്നത്. അതായത് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ബെറ്റർ റിസൾട്ട് കിട്ടും, നമ്മുടെ സ്ട്രെസ് ഒക്കെ കുറവായിരിക്കും. ആ ടാസ്ക് ചെയ്യുമ്പോഴുള്ള സ്ട്രെസ് കുറവായിരിക്കും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നോർമൽ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ആണ്. മൈൻഡ്ഫുൾ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് മോർ ഫ്ലെക്സിബിൾ ആണെന്ന് പറയാം. അപ്പൊ ഇതൊക്കെയാണ് നോർമൽ ടൈം മാനേജ്മെന്റും മൈൻഡ്ഫുൾ ടൈം മാനേജ്മെന്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് ടൈം മാനേജ്മെന്റ് ഈ മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസിലൂടെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ടൈം മാനേജ്മെന്റിനെ സഹായിക്കുന്നു എന്നുള്ളത് നോക്കാം. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ലേ? സ്ക്രീൻ ഷെയർ ചെയ്യാലോ, കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ. സ്ക്രീൻ കാണുന്നില്ലേ? യെസ് കാണുന്നുണ്ട്. സാറിന്റെ ഫേസ് കാണുന്നുണ്ടോ? ഫേസ് കാണുന്നില്ലല്ലോ? ഇല്ല. ഓക്കെ സ്ക്രീൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മളുടെ മൈൻഡ്ഫുൾനെസ് ടൈം മാനേജ്മെന്റിനെ എയ്ഡ് ചെയ്യുന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പറയുന്നത് സ്റ്റാർട്ടിങ് എ ഡേ വിത്ത് ഇന്റൻഷൻ. ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ദിവസം നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ ആയിട്ട് നമുക്ക് നമ്മളുടെ ഡേ നല്ലൊരു ഇന്റൻഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. ഒരു ക്ലിയർ ഇന്റൻഷനോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ
നമുക്ക് വളരെ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് റൂട്ടീൻ ആയിരിക്കും ഉണ്ടാവും. ഒത്തിരി പ്രാക്ടീസസുകളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു നമുക്ക് മോർണിംഗിലൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ഈ ഒരു പ്രാക്ടീസസുകളൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രാക്ടീസുകളൊക്കെ നമ്മുടെ മൈൻഡിനെ കാം ആൻഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പ്രെയർ കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മുടെ മൈൻഡിനെ കാം ആൻഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഡീപ് ബ്രീതിങ്, കോൺസെൻട്രേറ്റ് ഓൺ ബ്രീതിങ്, നമ്മുടെ നാച്ചുറൽ ബ്രീതിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ ചെയ്യും. അപ്പൊ നമ്മൾ ഇവിടെ ശരിക്കും എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ് ഈ ഒരു പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നതിലൂടെ. ഈ ഡീപ്പ് ബ്രീതിങ്ങിന്റെ പ്രാക്ടീസ്, ബ്രീതിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പ്രാക്ടീസുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യിക്കുന്ന പ്രാക്ടീസുകളാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു ലോങ് ടേം ബെനിഫിറ്റ് ആണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് ഫോക്കസ് കൂടുന്നുള്ളതാണ് ആ ഒരു രാവിലെ ഒരു പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അപ്പൊ സാധാരണ നമ്മൾ രാവിലെ ആയിരിക്കും, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴൊക്കെ നമ്മുടെ തോട്ടുകളൊക്കെ ഇങ്ങനെ ഡൈവേർട്ടായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടല്ലേ. അപ്പൊ ഈ മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസസുകൾ നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഡേ ഒരു ക്ലിയർ ഇന്റൻഷനോട് കൂടിയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഡേയ്സ് നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ടു ഡു ലിസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ എഴുതാൻ പറ്റും. നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഏതൊക്കെയാണ് അർജന്റ് ആയിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല നാളെ ചെയ്തു, അങ്ങനത്തെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കോൺഷ്യസ് ആയിട്ട് നമുക്ക് ഈ ഒരു പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇപ്പൊ ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതാനായിട്ട് നമുക്ക് ആപ്പുകൾ യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ഗൂഗിൾ കീപ്പ് എന്നിട്ടുള്ള ഒരു ആപ്പാണ്. ഫൈസൽ സാർ എനിക്ക് ആ ഒരു ആപ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്, അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി എന്നുള്ളതാണ്. നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ വായിച്ചോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒത്തിരി ഫീച്ചേഴ്സ് ആ ഒരു ഗൂഗിൾ കീപ്പിൽ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ മൊബൈലൊക്കെ എന്തെങ്കിലും നമ്മുടെ ആ ഒരു ഡാറ്റ നമ്മുടെ ലോസ്റ്റ് ആയി പോയാലും നമുക്കത് റിക്കവർ ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റുന്നുള്ളതാണ് ആ ഒരു ആപ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ എന്തെങ്കിലും റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചില പോയിന്റ്സുകളൊക്കെ നമുക്ക് ഭയങ്കര ക്ലിക്കായിട്ട് തോന്നല്ലേ, നല്ല പോയിന്റ്സുകളൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എഴുതി വെക്കാനായിട്ട് നമ്മുടെ കയ്യിൽ നോട്ട് ബുക്കും പെന്നൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഗൂഗിൾ കീപ്പിൽ എടുത്തിട്ട് നമുക്ക് അതിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, വോയിസ് ടൈപ്പിംഗ് ആണല്ലോ. അപ്പൊ മലയാളത്തിലോ ഇംഗ്ലീഷിലൊക്കെ നമുക്ക് അത് ടൈപ്പ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. അപ്പൊ ആ ഒരു നോട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഇങ്ങനെ കിട്ടുമ്പോൾ അപ്പൊ തന്നെ മറക്കാണ്ട് അതൊരു കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്നുള്ളത് ഒരു ഗുണമാണ്. അതുപോലെ തന്നെ ഞാൻ മുമ്പൊക്കെ നോട്ട് ബുക്കിലാണൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു ആപ്പ് ഇതൊന്നും ഫൈസൽ സാറ് ഈ ആ ഒരു കോഴ്സിന്റെ സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ആപ്പിന്റെ കാര്യം. അപ്പൊ ഞാനത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോ എനിക്ക് ഒരുപാട്, ഇപ്പൊ ഞാൻ സ്കൂളിൽ പോകുമ്പോഴായാലും 3-5 സ്കൂളിൽ പോകുന്നുണ്ടല്ലോ, അപ്പൊ അവരുടെ ഫീസും കാര്യങ്ങളൊക്കെ വരുമ്പോഴും അതൊക്കെ പെട്ടെന്ന് നോട്ട് ചെയ്ത് വെക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നുള്ളതായിരുന്നു ഗൂഗിൾ കീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ്. അപ്പൊ നമ്മൾക്ക് അങ്ങനെയുള്ള ആപ്പുകളൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ മൈൻഡ്ഫുൾ പ്രാക്ടീസസുകൾ ചെയ്യുമ്പോഴുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേ നമുക്ക് വളരെ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ വരുന്നത് മൈൻഡ്ഫുൾനെസിന്റെ ഒരു പ്രാക്ടീസ് ആണ് മൈൻഡ്ഫുൾ ജേർണലിംഗ് എന്ന് പറയുന്നത്. അത് ഈ മൈൻഡ്ഫുൾ ജേർണലിംഗ് എന്നാണ്, ഇറ്റ്സ് എ വണ്ടർഫുൾ കമ്പാനിയൻ ഓഫ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസിന്റെ ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് ഈ ഒരു ജേർണലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ജേർണലിംഗ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ ആദ്യം ഞാൻ അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും അത്ര മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ അത് ആ ഒരു ജേർണൽ ഈ ഒരു മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസസിൽ അത് വന്നപ്പോഴാണ് ആ ഒരു അത് ഭയങ്കര ഒരു ഗുണമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലായത്. അപ്പൊ നമ്മള് ഒരു സമയത്ത് നമ്മൾ ഒരു കാര്യം എഴുതുള്ളൂ. അപ്പൊ ആ ഒരു കാര്യത്തിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ് ആണ് അവിടെ നടക്കുന്നത്. ആ ഒരു കാര്യത്തിൽ നമ്മൾക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു നമ്മൾ എഴുതുന്ന മറ്റേ ടൈമിൽ ഒരു കാര്യം നമ്മൾ എഴുതില്ല. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ്ഫുൾനെസ് എന്ന ഒരു സ്കിൽ ഇമ്പ്രൂവ് ആവണം അവിടെ. അതുപോലെ നമ്മൾ എന്താണ് മോർ ഇന്റൻഷണൽ ആയിരിക്കും നമ്മൾ ജേർണലിംഗ് എഴുതുന്ന സമയത്ത്. അതുപോലെ ഈ ജേർണലിംഗ് എന്ന് പറയുന്നത് ഒരു രാവിലെ നമ്മൾ ആ ഒരു കുറച്ച് സമയം നമ്മുടെ ആ ഒരു തോട്ടുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ജേർണലിംഗ് എഴുതുക അതൊരു പുസ്തകമാണ്. നമ്മൾക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാകും. അങ്ങനെ നമുക്ക് എന്താണ് നമ്മുടെ നല്ല രീതിയിൽ പ്രാക്ടീസിൽ കൂടെ മൈൻഡ്ഫുൾ ജേർണലിംഗ് എന്നുള്ള ആ ഒരു പ്രാക്ടീസിൽ കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഒക്കെ വരുന്നുണ്ട്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഭവത്തെ നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ശരിക്കും നമ്മുടെ അനാവശ്യമായിട്ടുള്ള ചിന്തകളെ കുറയ്ക്കാനായിട്ട് ഈ ഒരു പ്രാക്ടീസ് നമുക്ക് ഗുണം ചെയ്യും. ഇപ്പൊ നമ്മുടെ ഡേ ടൈമിലും ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക്
കോൺഷ്യസ് ആയിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷമുള്ള ഒരു കാര്യം നടക്കുമ്പോൾ നമ്മൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം. അതുകൂടാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എഴുതാം. നമുക്ക് എന്തൊക്കെ രാവിലെയൊക്കെ നമുക്ക് എഴുതാം. രാവിലെ നമ്മൾക്ക് നമ്മൾ ജനിച്ചത് മുതൽ ഒരുപാട് നമുക്ക് ദൈവം പഠിച്ചൻ തന്നുകൊണ്ടിരിക്കുന്ന കുറെ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലേ. അപ്പൊ അതിനൊക്കെ നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. നമ്മൾക്കുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഇല്ലാത്തതിനെ കുറിച്ചുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ നമ്മൾ കുറയും. അപ്പൊ ഇതൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസിൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മുടെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കുറയ്ക്കാനും നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതുവഴി നമുക്ക് നമ്മുടെ ടൈമും മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ നമ്മുടെ മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസിലൂടെ വരുമ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ദിവസം വളരെ ഇന്റൻഷനോടുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് എൻഹാൻസ്ഡ് ഫോക്കസ്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ട്രെയിൻ ചെയ്യിക്കണം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യും. അപ്പൊ നമ്മുടെ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും. കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും പറ്റും. നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ആയി പോയില്ല ഈ ഫോക്കസ് കൂടുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ. അതേപോലെ നമ്മളുടെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജി ഉണ്ട്, പോമോഡോറോ. അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ്ഫുൾ പ്രാക്ടീസസ് ചെയ്യുമ്പോൾ ഈ ഒരു പോമോഡോറോ സ്ട്രാറ്റജി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഇത് ആർക്കെങ്കിലും അറിയോ ഈ പോമോഡോറോ എന്താണെന്ന്? കേൾക്കുന്നുണ്ട് കേട്ടോ. സൗണ്ട് കുറച്ച് കുറവുണ്ട്. അപ്പൊ ഈ ഒരു പോമോഡോറോ എന്ന് പറയുന്നത് ഒരു ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ്. അതൊരു ഫ്രാൻസിസ്കോ സിറിലിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരാള് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ പോമോഡോറോ എന്ന് പറയുന്നത്. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് ഒത്തിരി പഠിക്കാൻ സ്റ്റഡീസിനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി അസൈൻമെന്റുകളും കാര്യങ്ങളും സംഭവങ്ങളും പഠിക്കാനൊക്കെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അതിന്റെ ഒരു ഹിസ്റ്ററിയിൽ അങ്ങനെ എന്താ പറയുന്നത്, അല്ലെങ്കിൽ കിച്ചണിൽ ഇരിക്കുന്ന സമയത്ത് കിച്ചണിൽ ഒരു ടൈമർ ഉണ്ടായിരുന്നു. ആ ഒരു ടൈമർ എന്ന് പറയുന്നത് ടൊമാറ്റോയുടെ ഷേപ്പിലുള്ള ഒരു ടൈമർ. നമ്മുടെ ഈ ഒരു പോമോഡോറോ എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ വേർഡ് ആണ്. അതിന്റെ മീനിങ് ടൊമാറ്റോ എന്നാണ്. ഒരു ടൊമാറ്റോയുടെ ഷേപ്പിലുള്ള ഒരു ടൈമർ. അപ്പൊ അദ്ദേഹത്തിന് ഒരു ആശയം തോന്നി. അതായത് വിചാരിച്ചു ഒരു ടൈമർ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ സ്ട്രെസ് ഒക്കെ കുറച്ചുകൊണ്ട് ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പോമോഡോറോ എന്ന് പറയുന്നത് 25 മിനിറ്റ്സ് ആയിട്ടാണ് അദ്ദേഹം അതിൽ പറയുന്നത്. അതായത് 25 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ചെയ്യേണ്ട കാര്യത്തിൽ വർക്കിൽ വളരെ ഫോക്കസ് ചെയ്ത് ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാണ്ട് വർക്ക് ചെയ്യണം 25 മിനിറ്റ്. അതായത് നമ്മൾക്ക് ഉണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസിനെയൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് 25 മിനിറ്റ് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കുന്നു. ആ ഒരു ബ്രേക്ക് ടൈമിൽ ഒരു 5 മിനിറ്റ്സ് നമ്മൾ ബ്രേക്ക് എടുക്കുന്നു. ആ ഒരു ബ്രേക്ക് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു സ്ട്രെച്ചിങ് വേണമെങ്കിൽ ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ്സ് നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസസിൽ ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്ട്രെസ് കുറയ്ക്കാം, കോർട്ടിസോളിന്റെ ലെവൽ കുറയ്ക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക്. അത് കണ്ട് അടുത്ത പോമോഡോറോ സെറ്റ് ചെയ്യും. അങ്ങനെ നമ്മളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ പോമോഡോറോ സെറ്റ് ചെയ്യാം. അങ്ങനെ 4 പോമോഡോറോ കഴിയുമ്പോൾ ഈ പോമോഡോറോ എന്ന് പറയുന്നത് ആ ഒരു ഇന്റർവെല്ലിനെയാണ് പറയുന്നത്. നമുക്കൊരു ബ്രേക്ക് എടുക്കാം, ഒരു ലോങ് ബ്രേക്ക് നമുക്ക് എടുക്കാം. അതാണ് ഈ ഒരു പോമോഡോറോ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു 25 മിനിറ്റ്സ് ചെയ്തു, അത് കഴിഞ്ഞ് 5 മിനിറ്റ്സ് ഒരു ബ്രേക്ക് എടുത്തു, വീണ്ടും പോമോഡോറോ 25 ടൈമർ സെറ്റ് ചെയ്തു, 25 മിനിറ്റ്സ് ചെയ്തു. അങ്ങനെ അത് നമ്മൾക്ക് 25 മിനിറ്റ്സ് അദ്ദേഹം പറയുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ടൈം അനുസരിച്ചൊക്കെ നമുക്ക് ഈ ഒരു പോമോഡോറോ ചെയ്യാം. അപ്പൊ ഞാന് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ അബാക്കസ് പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിൽ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അബാക്കസ് എന്ന് പറയുന്നത് അതൊരു പ്രാക്ടീസ് ആണ്, നമ്മള് ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഒരു പ്രാക്ടീസ് ആണ്. അത് നമ്മൾ കുറെ ക്ലാസ് എടുക്കാനും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മളത് പറഞ്ഞു കൊടുത്ത ശേഷം പിന്നെ ഫുൾ പ്രാക്ടീസ് ആണ്. കുട്ടികൾ അതിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുകയാണ്.
അപ്പൊ അതിലെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾക്ക് ചിലപ്പോൾ മടിയിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യാനൊക്കെ നമ്മൾ സ്കൂളിൽ വെച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോഴേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു പോമഡോറോ സംഭവം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു 15 മിനിറ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ആരും ക്ലാസ്സിൽ സംസാരിക്കാൻ പാടില്ല, വേറൊരാളുടെ കാര്യം, ചെറിയ കുട്ടികളൊക്കെ വേറൊരാളുടെ കാര്യം അന്വേഷിക്കാൻ പോകാൻ പാടില്ല, എല്ലാവരും ഒരു 15 മിനിറ്റ് നിങ്ങൾ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞ് 15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് തരും. ആ ഒരു ബ്രേക്കിൽ നമുക്ക് മെമ്മറി ഗെയിം കളിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആ ഒരു ബ്രേക്ക് അത് കഴിഞ്ഞ് വീണ്ടും പോമഡോറോ സെറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഇതാണ് ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നന്നായിട്ട് തോന്നുന്നു അത് ചെയ്തപ്പോ. അപ്പൊ കുട്ടികള് ഞാൻ ചെല്ലുമ്പോ പറയും പോമഡോറോ സെറ്റ് ചെയ്യണില്ലേ ടീച്ചറെ ഞാൻ ചോദിക്കാം. അപ്പൊ അവർക്കും അതൊരു ഈ ഒരു 15 മിനിറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ബ്രേക്ക് കിട്ടും. അവര് സന്തോഷിച്ചിട്ടില്ല, അവര് മിണ്ടാണ്ട് ഇരുന്നിട്ട് ഒരു ബഹളം ഇല്ലാണ്ട് അവർ അവിടെ ഇരുന്ന് ചെയ്യും. ഒരുവിധം കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു ദിവസം ഒരു കുട്ടിയുടെ പാരന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. മിസ് എന്താ ഈ പോമോഡോറോ പറയുന്നത്? മോൻ വന്നിട്ട് പറയുന്നത് മൊബൈൽ എടുത്തിട്ട് പോമോഡോറോ സെറ്റ് ചെയ്യ്, അബാക്കസ് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. എന്ത് സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് സംഭവം പറഞ്ഞപ്പോ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുട്ടികൾ ആ ഒരു പോമോഡോറോ എന്ന് പറയുന്ന ഒരു വേർഡ് അവർ ഏറ്റെടുത്തല്ലോ ഉള്ള ഒരു സന്തോഷം തോന്നി. അപ്പൊ ഈ ഒരു പോമോഡോറോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അത് ചെയ്യാന്ന് വെച്ചാൽ അദ്ദേഹം ഈ പറയണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഡിസ്ട്രാക്ഷൻസിനെ നമ്മൾ ഒഴിവാക്കണം. അതായത് ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോണാണ് ഏറ്റവും വലിയൊരു ഡിസ്ട്രാക്ഷൻ. അതെടുത്ത് സ്വിച്ച് ഓഫ് ചെയ്ത് സൈലന്റ് ആക്കി എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് പോമഡോറോയിൽ വർക്ക് ചെയ്യാം. പക്ഷെ നമ്മുടെ തോട്ടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവരുടെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ തോട്ട് നമ്മൾക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസുകൾ, ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റിയും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഈ ഒരു പോമഡോറോ നമുക്ക് നല്ല രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആലോചിച്ചിരുന്നിട്ട് നമ്മുടെ സമയം കുറയും. അപ്പൊ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പോമഡോറോ നന്നായിട്ട് വർക്ക് ആവുന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ മൈൻഡ്ഫുൾനെസിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യാവുന്നത്. ഇനി മൂന്നാമത്തെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റിഡ്യൂസ്ഡ് സ്ട്രെസ്, നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും ചില ദിവസങ്ങളിൽ എന്തെങ്കിലും നമുക്ക് സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ദിവസത്തെ കാര്യം പോകണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ഉഷാറുണ്ടാവില്ല ചെയ്യാം. അനാവശ്യ ചിന്തകളൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാല് പിന്നെ നമ്മൾ ആ ഒരു കാര്യം നന്നായിട്ട് ചിലപ്പോൾ ചെയ്യില്ല. അപ്പൊ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളൊക്കെ, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. എന്നിട്ട് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ടും നമ്മൾ ആ ഒരു കാര്യത്തിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനും പറ്റുന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ഈ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടാസ്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുക്കാം. ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് 3-4 വട്ടം ഡീപ്പ് ബ്രീത്ത് എടുത്ത് നന്നായി ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് നമുക്ക് ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേജിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുവരാനായിട്ടൊക്കെ പറ്റും ഈ മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസുകൾ ചെയ്തുകൊണ്ട്. പിന്നെ നമ്മൾ ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എവറി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് നമുക്ക് ഡീപ് ബ്രീതിങ്ങിന്റെ പ്രാക്ടീസുകളൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഇനി നാലാമത്തെ പറയുന്നത് അപ്പോൾ റെഡ്യൂസ്ഡ് സ്ട്രെസ് എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ്, നമ്മുടെ ടൈം മാനേജ്മെന്റിന് സഹായിക്കുന്ന ഒരു അഡ്വാൻറ്റേജ്. നാലാമത്തെ പറയുന്നത് ഇംപ്രൂവ്ഡ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ്. അതായത് നമുക്ക് നല്ല ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ സ്ട്രെസ് കുറയും, ഫോക്കസ് കൂടും. അപ്പൊ നോർമലി നമുക്ക് ഒരു നല്ലൊരു മെന്റൽ ക്ലാരിറ്റി വരും. നമ്മുടെ ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ അത് സഹായിക്കുകയും ചെയ്യും. അപ്പൊ സ്ട്രെസ് ഉള്ള സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒരു ഫൈറ്റ് മോഡിലായിരിക്കും. നമുക്ക് ക്ലിയർ ആയിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ നല്ലൊരു ഡിസിഷൻസ് ഒക്കെ എടുക്കാനോ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ തോട്ടുകളെ കുറിച്ച്, നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വട്ട് ഐ ആം ഫീലിംഗ് റൈറ്റ് നൗ, ഞാനിപ്പോ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു ചിന്തയുടെ ആവശ്യം എനിക്കുണ്ടോ എന്നൊക്കെ നമ്മൾക്കൊന്ന് അതിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് പിന്നെ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് നമുക്ക് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഡിസിഷൻസ് നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ വരികയാണെങ്കിൽ നമ്മളൊന്ന് പോസ് ചെയ്യാം, എന്നിട്ട് ഒരു ഡീപ്പ് ബ്രീത്ത് ഒക്കെ അങ്ങനെ എടുക്കുക, 2-3 ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുക്കുക. നമ്മളുടെ ജേർണലിങ്ങിൽ ഒന്ന് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മളുടെ ആ ഒരു സമയത്തുള്ള തോട്ട്സും ആ ഒരു എന്താ ഡിസിഷൻ എടുക്കേണ്ടത് ആ തോട്ട്സും ഇമോഷൻസ് ഒക്കെ എഴുതുക. അപ്പൊ നമുക്കൊരു മെന്റൽ ക്ലാരിറ്റി കിട്ടി നമ്മളൊരു ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് ഈ ഒരു മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസുകൾ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോണ്ടിങ് ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ടിങ്. റെസ്പോണ്ട് ചെയ്യാൻ റിയാക്ട് ചെയ്യാന്നൊക്കെ നമ്മൾ പറയുമല്ലേ. റെസ്പോണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇന്റൻഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ റെസ്പോണ്ട് ചെയ്യും. പക്ഷെ റിയാക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ്ലെസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ അതൊരു ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഇമോഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ വരുന്നതായിരിക്കും ഈ ഒരു റിയാക്ട് ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സ്. അപ്പൊ നമ്മുടെ തോട്ട്സുകളെ കുറിച്ചൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ്. നമ്മുടെ തോട്ട്സിനെ കുറിച്ചും ഇമോഷൻസിനെ കുറിച്ചും മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു വേറൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കിൽ ഇംപ്രൂവ് ആവുന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ തോട്ട്സിനെ കുറിച്ചും ഇമോഷൻസിനെ കുറിച്ചും നമ്മൾക്ക് നല്ലൊരു അവയർനെസ് ഉണ്ടാകുകയും നമുക്ക് റിയാക്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ടും അതേപോലെ ആ ഒരു ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ഒരു ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ചിലപ്പോ എത്ര പ്ലാൻ ചെയ്താലും എത്ര ടൈം ഷെഡ്യൂൾ ചെയ്ത് എത്ര ഇതൊക്കെ ചെയ്താലും ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും അല്ലേ. ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇതിനോട് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ബെറ്റർ ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മളെ ഈ ഒരു മൈൻഡ്ഫുൾനെസ് സഹായിക്കുന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് അവോയ്ഡ് ടൈം ട്രാപ്പ് വിത്ത് മൈൻഡ്ഫുൾനെസ്. നമുക്കറിയാം നമ്മൾ മൈൻഡ്ഫുൾ ആണെങ്കിൽ ടൈം ട്രാപ്പിലൊന്നും പെട്ടുപോകാണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും സമയം നമ്മളുടെ ചെലവാക്കാണ്ട് നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മളുടെ ജോലികളിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ്. ഓവറോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോഴൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് ലാസ്റ്റ് വൺ വരുന്നത് എൻഡ് ഓഫ് ദി ഡേ റിഫ്ലക്ഷൻ. അതായത് നമ്മുടെ ഈ മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസുകളിൽ നമുക്ക് ഈവനിങ്ങിൽ ചെയ്യാനും നമുക്ക് പ്രാക്ടീസുകൾ ഉണ്ട്. ഈ ഒരു പ്രാക്ടീസുകൾ അതായത് നമ്മുടെ ബെഡ് ടൈമിൽ നമ്മൾക്ക് പ്രാക്ടീസുകൾ ചെയ്യാം. ആ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് വിലയിരുത്താനും ഒക്കെ നമുക്ക് ജേർണലിംഗ് ഒക്കെ എഴുതാം. അതുപോലെ നമ്മൾക്ക് എവിടെയൊക്കെയാണ് നമ്മൾ ഇംപ്രൂവ്മെന്റ് ഏരിയ എന്നുള്ളത് നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ നമ്മുടെ ആ ഒരു ബ്രീത്തിങ് എക്സസൈസും സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മൾ ഉറങ്ങുന്ന സമയത്തിന് മീൻസ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ കുറെ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വരും. അപ്പൊ നമ്മുടെ ഉറക്കത്തിനെ അത് ബാധിക്കുകയും ചെയ്യും. നല്ലൊരു ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് ഒന്നും നമുക്ക് കിട്ടൂല. അപ്പൊ നമ്മൾ ഈ ഒരു പ്രാക്ടീസുകളൊക്കെ നമ്മൾ ബെഡ് ടൈമിലും ഒക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാലും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ തോട്ടുകളൊക്കെ നമ്മൾ ആ ഒരു ദിവസത്തെ നമ്മൾക്ക് ഉണ്ടായ ഒരു ഇതുകളൊക്കെ എഴുതി വെക്കാം. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ചൊരു അവയർനെസ് എവിടെയൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ആവണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുള്ളതാണ് എൻഡ് ഓഫ് ദ ഡേ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മൈൻഡ്ഫുൾനെസ്സിലൂടെ നമ്മൾക്ക് ടൈം മാനേജ്മെന്റിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടെന്നുള്ളത് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഞാൻ കുറച്ച് ടിപ്സുകൾ പറയാം. ഈ ഒരു പ്രാക്ടീസുകളെ കുറിച്ച് ഇങ്ങനെ ഞാൻ കുറെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് എന്തൊക്കെയാന്നുള്ളത് നമ്മള് അത് തുടക്കത്തിൽ ചെയ്യുന്നവർക്കെന്ന് വെച്ചാൽ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വരും. ബ്രീത്തിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിന് കുറച്ച് 2-3 ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് സ്മോൾ ചെറുതായിട്ട് നമ്മൾ തുടങ്ങാനുള്ളത്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് അതൊരു കംഫർട്ട് ആയിരിക്കണം അല്ലെ. അപ്പൊ നമ്മൾ അത് ചെറുതായിട്ട് ഇപ്പൊ ഒരു ബ്രീത്തിങ്ങിന്റെ കാര്യം എക്സസൈസ് ആയാലും നമ്മൾ തുടക്കത്തിൽ ഒരു 2 മിനിറ്റ് ഒക്കെ ചെയ്യാൻ പോകുക. അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അത്ര വലിയ ഇപ്പൊ ഞാൻ പറയും വീട്ടിലത്തെ ക്ലീനിങ് കാര്യങ്ങൾ അതൊന്നും നമ്മൾ അത്ര മൈൻഡ്ഫുൾ ആയിട്ടൊന്നും ആയിരിക്കില്ല ചെയ്യുക. അപ്പൊ അങ്ങനെ 1-2 കാര്യങ്ങളിൽ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ പിന്നെ ആ ഒരു സ്കിൽ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് മോർ മൈൻഡ്ഫുൾ ആവാനായിട്ട് പറ്റുന്നുള്ളതാണ്. ഒരു 2 ആഴ്ച നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുമ്പോൾ തന്നെ നമ്മുടെ തോട്ടുകൾ ഒന്ന് നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങുന്നുള്ളതാണ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സെറ്റ് റൂട്ടീൻ. അത് നമ്മൾ റൂട്ടീൻ പോലെ നമ്മൾ ചെയ്യാം. പിന്നെ നമ്മളൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു സെയിം ടൈമിൽ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. ഒരു റുട്ടീനായിട്ട് നമ്മൾ ചെയ്യാൻ നോക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യൂസ് ഗൈഡഡ് മൈൻഡ്ഫുൾനെസ്. അതായത് നമ്മൾക്ക് ആ ഒരു പ്രാക്ടീസുകളൊക്കെ ആയിട്ട് കംഫർട്ടായിട്ട് കൃത്യമായിട്ട് നമ്മൾക്ക് ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മെന്ററുടെ കീഴിൽ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ആ ഒരു ഇതിനോട് കംഫർട്ട് ഇപ്പൊ നമ്മളൊരു കുറച്ചൊരു 1 മാസമൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോൾ പിന്നെ മെന്ററുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ ചെയ്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിൽ നിന്ന് ഒരാൾ പുഷ് ചെയ്യാനുണ്ടാവുമ്പോഴാണല്ലോ നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തോന്നുന്നത്. കറക്റ്റ്. പിന്നെ നമ്മൾക്ക് അതൊരു ശീലമായിട്ട് വന്ന് നമ്മൾ മൈൻഡ്ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആരുടെ ആവശ്യം ഉണ്ടാവില്ല. നമ്മൾക്ക് തന്നെ അതിൽ ഇമ്പ്രൂവ് ആവാൻ പറ്റും. ബുക്കുകൾ വായിച്ചിട്ടും അങ്ങനെ നമ്മൾക്ക് അതിൽ ഇമ്പ്രൂവ് ആവാനായിട്ട് പറ്റുന്നുള്ളതാണ് ഇതിന്റെ ടിപ്സ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ
ഞാൻ ഈ ഒരു മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസുകളൊക്കെ തുടങ്ങുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാലും ഇതുപോലെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ബ്രീതിങ് എക്സസൈസ് ആയാലും ഒരു 2 മിനിറ്റ് പിന്നെ കൂട്ടി അങ്ങനെ കൊണ്ടുപോകും. പിന്നെ മൈൻഡ്ഫുൾ ആയിട്ട് ഡെയിലി ലൈഫിലെ ചില കാര്യങ്ങളിൽ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ചെയ്ത ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മൈൻഡ്ഫുൾ വാഷിംഗ്, അതായത് വീട്ടില് കിച്ചണിൽ പാത്രങ്ങൾ കഴുകണതിൽ മൈൻഡ്ഫുൾ ആവാനായിട്ട് നോക്കി. ഞാൻ പറയാം, ഞങ്ങൾ ജോയിന്റ് ഫാമിലി കാരണം കുറെ പ്ലേറ്റുകളും പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ എന്താണ് ആ ഒരു കാര്യത്തിൽ ഞാനൊരു സന്തോഷമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അത് വളരെ സക്സസ്ഫുൾ ആണ്. അതേപോലെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നുള്ളത് അതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. ചായ കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത്. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ സ്ലോലി ചവച്ചരച്ച്, നമ്മൾക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമല്ലേ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം എന്നൊക്കെ. അപ്പൊ സ്ലോലി നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കുക, നമ്മൾ സെൻസ് ചെയ്തുകൊണ്ട് കഴിക്കുക. ആ ഒരു ഫുഡിന്റെ സ്മെല്ല്, ടേസ്റ്റ്, ടെക്സ്ചർ ഒക്കെ നമ്മൾ അതിനെ സെൻസ് ചെയ്തുകൊണ്ട് ആ ഒരു ഫുഡ് കഴിക്കുക. ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി കഴിക്കുക. നമ്മൾ അപ്പോഴും നമ്മൾ അതിൽ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാം. നമുക്ക് ഈ ഒരു ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടി കഴിക്കുക. പിന്നെ നമ്മൾ ആലോചിക്കുക, ഈ ഒരു ഫുഡ് എവിടെ നിന്നാണ് വരുന്നത്. ഇപ്പൊ നമ്മളുടെ അടുത്തൊരു വെജിറ്റബിൾ കറി ഇരിക്കുകയാണെങ്കിൽ അതിലിരിക്കുന്ന ആ ഒരു വെജിറ്റബിളിന്റെ ഒക്കെ ഒറിജിൻ എവിടെ നിന്നായിരിക്കും, എത്ര ആൾക്കാരെന്ന് കൈമാറിയാണ് നമ്മളുടെ ആ ഒരു ടേബിളിലേക്ക് അത് എത്തിയിട്ടുണ്ടാവുക. അപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കുക, ഗ്രേറ്റ്ഫുൾ ആവാം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെയും ഗുണങ്ങളുണ്ട്. നമുക്ക് മൈൻഡ്ഫുൾനെസ് സ്കിൽ ഇമ്പ്രൂവ് ആക്കാനും പറ്റും, നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ആക്കാനും, നമ്മൾക്കൊരു ഹെൽത്തി ചോയ്സ് എന്താണ് കഴിക്കേണ്ടത് എന്നുള്ള ഒരു ഹെൽത്തി ചോയ്സിന് നമ്മളെ സഹായിക്കും. അതുപോലെ വെയിറ്റ് ലോസ്, നമ്മുടെ വെയിറ്റ് നമുക്ക് മൈൻഡ്ഫുൾ ആണെങ്കിൽ പിന്നെ നമ്മൾക്ക് അങ്ങനെ വാരി സ്ഥലിച്ച് തിന്നുന്ന സ്വഭാവം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് മൈൻഡ്ഫുൾ ആണ്, എത്ര കഴിക്കണം, നമുക്ക് വെയിറ്റ് ലോസ്, അങ്ങനെ നമ്മൾ ആ ഒരു ഫുഡിനായിട്ട് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ആയിരിക്കും നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇത് മൈൻഡ്ഫുൾ ഈറ്റിംഗിൽ വരുന്ന ഒരു സംഭവമാണ്. അതുപോലെ ഓരോരോ കാര്യങ്ങളിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാം, നമ്മുടെ തോട്ടുകൾ കുറയ്ക്കാനായിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നാച്ചുറലി നമ്മുടെ ടൈം നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. നമ്മുടെ സമയമായിട്ടുണ്ട് സർ. ഓക്കെ, എന്തായാലും സന്തോഷം. മൈൻഡ്ഫുൾനെസ് ത്രൂ ടൈം മാനേജ്മെന്റ് അല്ലെ. ടൈം മാനേജ്മെന്റ് നമുക്ക് മൈൻഡ്ഫുൾനെസ്സിലൂടെ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇവിടെ സജന ഇവിടെ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് കണ്ടെത്തിയ ഒരാളാണ് സജന. അപ്പൊ അതുകൊണ്ട് തന്നെ സജനയുടെ ലൈഫിൽ നിന്ന് തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇവിടെ ഓവറോൾ പറഞ്ഞു വെച്ചതിൽ നിന്ന് നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടിയും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. റിസൾട്ട് ഇപ്പൊ നമ്മൾ ഒരു ഏറ്റവും സിമ്പിൾ മൈൻഡ്ഫുൾനെസിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്നത്. അല്ലെ സജന, ശ്വസിക്കുന്ന ഒരു സംഭവം. ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും നേരം നമ്മൾ ക്ലാസ് എടുത്തപ്പോഴും നമ്മൾ ക്ലാസ് കേട്ടപ്പോഴും ഒക്കെ നമ്മൾ ശ്വസിക്കുന്നുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ശ്വസിക്കുന്നത് നമ്മളൊന്ന് അറിഞ്ഞ് ശ്വസിച്ചു നോക്കിയേ. നമ്മൾ ശ്വാസം എടുക്കുന്നത് അല്ലെ, ശ്വാസം എടുക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ട് ആ ഒരു പിന്നെ എയർ നമ്മളുടെ മൂക്കിലേക്ക് ഇങ്ങനെ പോകുന്നത് ശരിക്കും നമ്മൾ അറിയുന്നുണ്ട് അല്ലെ. മൈൻഡ്ഫുൾനെസ് ആയിട്ട് ഇരിക്കുമ്പോൾ ശരിക്കും അറിയും. നമുക്ക് അറിയാൻ പറ്റും അത്. അതെ അതെ അതെ. അപ്പൊ ശരിക്ക് അങ്ങോട്ട് കയറി പോകുന്നത് പിന്നെ അങ്ങോട്ട് ഇറങ്ങി പോകുന്നത് ഒക്കെ ഒരു നമുക്ക് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഒരു സിമ്പിൾ മെഡിറ്റേഷൻ ആണ് ശരിക്കും. അതായത് നമ്മളൊരു ടെൻഷൻ ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത്, ഒരു സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കണ്ണടച്ചിട്ട് ജസ്റ്റ് ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് നമ്മൾ അറിഞ്ഞെടുക്കുക, അറിഞ്ഞ് പുറത്തു വിടുമ്പോൾ തന്നെ നമ്മൾ എന്തായി കുറച്ച് സ്ട്രെസ് റിലീസ് ആവും. ഏറ്റവും സിമ്പിൾ സംഭവമാണ്. അപ്പോൾ ഇതേപോലെ മൈൻഡ്ഫുൾനെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പോമോഡോറോ ഒക്കെ ഇവിടെ പറഞ്ഞു അല്ലെ. പോമോഡോറോ ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ നമ്മുടെ ഓഫീസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ എപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആണ്. മൊബൈൽ ആയി കഴിഞ്ഞാലും മറ്റു പ്രശ്നങ്ങൾ, ഫോൺ കോളുകൾ, വാട്സപ്പിൽ മെസ്സേജ് വന്നോ നോക്കൽ, ഇതൊക്കെ നമ്മൾ ടൈം നിശ്ചയിക്കുക. അതാണ് പോമോഡോറോ എന്ന് പറഞ്ഞാൽ. ഒരു ഇത്ര സമയം, 25 മിനിറ്റ് എന്നാണ് അവർ പറയുന്നത്. നമുക്ക് തന്നെ ടൈം നിശ്ചയിക്കാം അല്ലെ. നമ്മളൊരു എത്ര സമയം നമ്മൾ പിന്നെ ഒരു മൊബൈൽ നോക്കി വാട്സപ്പിലെ കോളുകൾ പിന്നെ അതല്ലെങ്കിൽ മെസ്സേജുകളൊക്കെ നോക്കി, ഇനി ഞാനൊരു 15 മിനിറ്റ് ഞാൻ ഇനി നോക്കൂല, ഇനി വർക്കിൽ തന്നെ, അല്ലെങ്കിൽ 25 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് എത്ര ആയിക്കോട്ടെ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ടേ പിന്നെ നമ്മൾ എടുക്കേണ്ടതുള്ളൂ അല്ലെ. ആ ഒരു
ഒരു പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ തന്നെ നടപ്പിലാക്കുക എന്നുള്ളത്. അതാണ് സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ ഇനി 1 മണിക്കൂറിലേക്ക് മൊബൈൽ നോക്കൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ മൊബൈൽ എടുക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, മാനിക്കുന്നില്ല എന്നുള്ളതാണല്ലോ. വേറൊരാള് നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥനാവുന്നതും അത് ചെയ്യുന്നതും അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ടോ അവരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടോ ഒക്കെയാണ്. ഇതേപോലെ നമ്മൾ ഓരോ ദിവസവും കുറെ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അതൊന്നും നമ്മൾ ചെയ്യാറില്ല. കാരണം എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളോട് ഇഷ്ടപ്പെടാതിരിക്കുകയോ അതല്ലെങ്കിൽ നമ്മളെ റെസ്പെക്ട് ചെയ്യാതിരിക്കുകയോ നമ്മളെടുക്കുന്ന തീരുമാനമല്ല, ഞാനെടുത്ത തീരുമാനമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനൊക്കെ മതി എന്നുള്ളതാണ് അല്ലെ. അപ്പോ എന്തായിരുന്നാലും അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിൽ പതിയെ പതിയെ അപ്ലൈ ചെയ്ത് തുടങ്ങിയാൽ തന്നെ നമുക്ക് ഒരുപാട് സമയം ഉണ്ടാവും. സമയം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും മനോഹാരിത. നമ്മൾ റിലീജിയസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഉള്ള സമയത്തിൽ എക്സ്പാൻഷൻ കിട്ടാന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കൂടുതൽ കിട്ടൂല, മറിച്ച് ഉള്ള സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക അല്ലെ. ഒരു ലൈഫേ ഉണ്ടാവൂ, ബട്ട് ആ ലൈഫ് മനോഹരാവുക. അതായത് പിന്നെ നമുക്കറിയാലോ, പല ആളുകളും നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് 25 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ 25 വയസ്സ് വരെ ആള് ചിലപ്പോ ഒരു 50 വയസ്സിന്റെയോ 100 വയസ്സിന്റെയോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും. നമ്മൾ 25, 30, 35 വയസ്സായിട്ടും ഇതുവരെ ചെയ്യാത്ത പല കാര്യങ്ങളും ചിലപ്പോ ചില ആളുകൾ നേരത്തെ പിന്നെ മൺമറഞ്ഞു പോയവരാകാം, അതല്ലെങ്കിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരാകാം, അതല്ലെങ്കിൽ നമ്മൾ ചില ആളുകളുടെ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇവരെങ്ങനെയാണ് ഇത്രയും വയസ്സിൽ 40 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ, പക്ഷെ 40 വയസ്സിൽ ഒരുപാട് കാര്യങ്ങൾ അവർ നിർവഹിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾക്ക് അതൊക്കെ തീർച്ചയായിട്ടും അവര് അങ്ങനെ ഒരു ടൈമിനെ മാനേജ് ചെയ്ത് പോയത് കൊണ്ട് തന്നെയാണ്. അപ്പൊ നമ്മളും നമ്മുടെ ലൈഫിൽ നന്നായിട്ട് ഇത്തരത്തിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത സെഷനുകളിലേക്ക് പോകണം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നല്ലൊരു സെഷനായിരുന്നു. താങ്ക് യു മാഡം. താങ്ക് യു സർ. താങ്ക് യു മനോജ് സാർ. മനോജ് സാറിനെ കണ്ടിട്ടില്ലല്ലോ നമ്മുടെ സെഷനുകളിൽ. ഇല്ല, ഞാൻ വരുന്നത്. ആദ്യമായിട്ടാണോ? അതെ. ഓക്കെ. എവിടെയായിരുന്നു സാർ സ്ഥലം? ഞാൻ എറണാകുളം. എറണാകുളമാണ് അല്ലെ. ഓക്കെ. നമ്മുടെ ഗ്രൂപ്പിലുണ്ടോ? വിംബിൾ അക്കാദമി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് സർ. ലിങ്ക് എവിടെ നിന്ന് കിട്ടിയേ? എനിക്ക് അറിയില്ല, ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആണല്ലേ. ഓക്കെ. താങ്ക് യു മനോജ് സാർ. താങ്ക് യു. ഓക്കെ. അപ്പോൾ എന്തായാലും സന്തോഷം സജന മാം. നമ്മളുടെ വിംബിൾ അക്കാദമിയിലെ ട്രെയിനേഴ്സ് ടോക്കിന്റെ 60ാമത്തെ എപ്പിസോഡാണ് നമ്മളിവിടെ അവസാനിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിലേക്ക് വരികയും അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയും പ്രസന്റ് ചെയ്യുകയും ഒക്കെ ചെയ്തതിലുള്ള സന്തോഷം ഇവിടെ അറിയിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അല്ലെ സജന മാം? വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ. ഇവിടെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്തായിട്ട് അറിയിക്കുന്നു. നാളെ നമുക്ക് 7 മണിക്ക് മറ്റൊരു സെഷൻ ഉണ്ടാവും. സ്ത്രീകളും മാനസികാരോഗ്യവും എന്ന ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള നിസാവ് സാർ ആയിരിക്കും നാളെ ക്ലാസ് എടുക്കുക. 7 മണിക്കാണ്. അപ്പോൾ എല്ലാവരും ലൈവിൽ ഉണ്ടാവുക. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. നാളെ കാണാം. ഗുഡ് നൈറ്റ്.